ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് എപ്പിസോഡ് 6 ഡേ ഡേ 5. 5. അപ്പൊ ഇന്ന് കരച്ചിൽ കാർഡാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടത്. രേണു കരയുന്നു, അന്നുമോള് കരയുന്നു, റെന്ന കരയുന്നു. ഫുള്ള് ലേഡീസ് ഓൺലി കരച്ചിലാണ്. ഞാൻ ഈ സീസണിൽ റിവ്യൂ ചെയ്യാൻ ഇപ്പൊ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ സ്ത്രീകൾ അധികം പോസിറ്റീവ് ആവും ഈ സീസണിൽ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു, ലേഡീസിൽ ഒരു ഗ്രൂപ്പായി നിൽക്കുന്നുണ്ട് കൂടുതലും. ഒരു ഗ്രൂപ്പ് ഇൻ ദ സെൻസ് സംസാരിക്കുമ്പോഴൊക്കെ എല്ലാരും എന്താ പറയാ ലോസ്റ്റഡ് ആണ്. ഈ സീസണിലെ സ്ത്രീകൾ മൊത്തം ബിന്നി ഒഴിച്ച് ബാക്കി എല്ലാരും ഫോക്കസ്ഡ് അല്ല, എല്ലാരും കിളിപോയ അവസ്ഥയിലാണ്. ഓക്കെ, ഞാൻ റെന ഫാത്തിമ വീണ്ടും കുറച്ചും കൂടി സോർട്ടഡ് ആയിട്ട് സെറ്റിൽഡ് ആയിട്ട് വരുമെന്ന് വിചാരിച്ചു. പക്ഷെ റെനയാണെങ്കിലും മൈൻഡ് ഔട്ട് ആണ്. ബിന്നി മാത്രമാണ് സ്റ്റേബിൾ ഫേസിൽ ഒരു സ്ഥലത്ത്. ആൻഡ് ബിൻസി ഒരു പരിധി വരെ ബിൻസിയും ബിന്നിയും രണ്ടുപേരും അവരുടെ ആ മൈൻഡ് സെറ്റ് പക്കയാണ് എന്നുള്ളത് ഫേസിൽ മനസ്സിലാവുന്നുണ്ട്. അവരുടെ സംസാരത്തിൽ നിന്ന് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഒരു കിളിപോയ അവസ്ഥയിലാണ്. ബിന്നിനെ അങ്ങനെ കൂടുതൽ കാണിക്കില്ല, പക്ഷെ അവള് ഭയങ്കര ഇതാണ്. ബിന്നി ഒരു മെയിൻ സാധനമാണ് സ്ത്രീകളെ കൂട്ടത്തിൽ. ഇന്നലെ ഒനിയില് പറഞ്ഞത് ബിന്നിനെ വിഷമാണ്. ഇന്നത് കാണും ചെയ്തു. അതെ, ഇന്നത് കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒനിയില് പറഞ്ഞു പറയും ചെയ്തു, ബിന്നി വിഷമാണ് തിരിച്ചു കൊടുക്കും ചെയ്തു. ബിന്നി ഈസ് എ സ്മാർട്ട് ഗെയിമർ. ബിന്നിനെ കുറച്ചധികം നമ്മൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. അതെ അതെ. ഇപ്പൊ ബിഗ് ബോസ് അധികം കാണിക്കാതെ വെച്ച് കുറച്ച് കഴിഞ്ഞത്തേക്ക് പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിട്ടാവുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അടുത്തത് രേണുസുധിയുടെ കരച്ചിലോടെയാണ് തുടങ്ങിയത്. രേണു എന്ത് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ രേണുവിന്റെ പല കാർഡുകളാണ്. തത്തമ്മയ്ക്ക് കണ്ണില്ല, ഇനിയിപ്പോ ഞാൻ ആരോട് പറയും? അമ്മ രാവിലെ ചായയും ബിസ്ക്കറ്റും കൊടുത്തു, ക്രീം ബിസ്ക്കറ്റ്. അല്ല, ഞാൻ ബാത്റൂമിലും കരയില്ല. കാരണം എന്താ, അവിടെ ക്യാമറ ഇല്ല, ആരും കാണില്ല, അതുകൊണ്ട് ഇവിടെ ഒന്ന് കരയാ. രേണു പല കാർഡുകളും ഇറക്കുന്നുണ്ട്. ഇനി രേണു ചിലപ്പോ ബിഗ് ബോസിനോട് പറയും, ഞാൻ ഇറങ്ങട്ടെ, ഇത് എന്തേക്കും ഞാൻ വൈൽഡ് കാർഡായിട്ട് വരാം, ആ കാർഡ് കൂടി ബാക്കിയുള്ള പറയും. പാവം കോഫിയും ക്രീം ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചിരുന്ന ആളായിരുന്നു ബിഗ് ബോസ്. നിങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും കൊടുക്കണില്ല കുട്ടിക്ക്? കോഫിയും ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കണ്ടേ? അതിനല്ല ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്. ഇതാണെങ്കിലും രേണുവിന്റെ കരച്ചിലിന്റെ പരിപാടികൾ തുടങ്ങിയപ്പോ കരച്ചില് പിന്നെ മക്കളുണ്ട് കേട്ടോ, പക്ഷെ നല്ല രസമുണ്ട്. കുറെ കണ്ണ് കുത്തിയിട്ടൊന്നും കണ്ണിന്ന് വെള്ളം വരുന്നില്ല. എന്തായാലും ആവാം, ജെനുവിൻ ആവാം. ഞാൻ എന്റെ പ്രശ്നം കാരണം നോക്കിയിട്ട് കണ്ണിന്ന് വെള്ളം വരുന്നില്ല തന്നെ എനിക്ക് തോന്നിയത്. കാരണം ക്യാമറ ഫോക്കസ് ചെയ്യണ്ടായിരുന്നു, പക്ഷെ ഒന്നും വരുന്നില്ല. അല്ല, ആ വീട്ടിൽ തന്നെ ഏറ്റവും ക്ലോസപ്പില് ഒരാളുടെ മുഖം കിട്ടുന്ന സ്ഥലം അതാണ്, ആ മേക്കപ്പ് ഇടുന്ന സ്ഥലമാണ്. ഓക്കെ, ഏറ്റവും ക്ലോസപ്പ്. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് രേണു കുറെ സംസാരിക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്, രേണു സെറ്റ് ആയിട്ടുണ്ട്. അവിടെ ക്യാമറയിൽ ബൈറ്റ് കൊടുക്കാനുള്ള സെറ്റ്. നല്ല ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അല്ല, ഇത് ഗെയിമാണ്, നമുക്ക് ഗെയിമിനെ ബുദ്ധിയാണ് വേണ്ടത് ഗെയിമിന്. അത് നമുക്ക് ഒരു തെറ്റും പറയാൻ പറ്റില്ല. ഇനി അടുത്തത് അനീഷ് രേണു. അനീഷ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ചൊറിയാൻ വേണ്ടി. ഇനി ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ സഹിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ആദ്യം എനിക്ക് 1-2 ദിവസം ഭയങ്കര വൃത്തിയായിട്ട് തോന്നി പുറത്തുനിന്ന് കാണുമ്പോ. ഇപ്പൊ ഞങ്ങളെ സീസണിൽ നമുക്ക് നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണുമ്പോ ജിൻഡോന്റെ ക്യാരക്ടർ വേറെ, അതൊരു വേറെ കൂതറ സാധനം. ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞു അനീഷിന്റെ കാര്യം പറയുമ്പോ അത് നമ്മൾ അവിടെ താമസിക്കുമ്പോ മേ ബി അങ്ങനെ ഉണ്ടാവും. പക്ഷെ പുറത്തുനിന്ന് എനിക്കിപ്പോ വലിയ ഒരു രസം, ഇങ്ങനെ ഒറ്റ ചിരിയാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല ഒരു ചിരി. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നട്ട നിലാവത്ത് അയച്ചിട്ട് കോഴിയുടെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ പോലെ എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഇറിറ്റേറ്റിംഗ് സാധനം. എനിക്ക് പേഴ്സണലി ആ ഇറിറ്റേഷൻ നടക്കില്ല. എന്താണ് രേണുവിനെ പോയി ചൊറിഞ്ഞു, ഒന്നുമില്ലെങ്കിലും ഒരു പണിയും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ വെളിച്ചപ്പാടാം. അത് രേണുവിന്റെ ആ സംസാരം ഭയങ്കര ഒരു എന്താ പറയാ, വാക്ക് പറയണില്ല, പക്ഷെ അങ്ങനെ ഒരു സംസാരം പറയണ എനിക്ക് പറഞ്ഞാല്. അതിനിടയിൽ ഇവൻ പോയി ഇട്ടും കൊടുത്തു. ആര് സുധി, ഏത് സുധി, സുധിക്കാട് ഇറക്കിയപ്പോ അപ്പോഴേ സുധിക്കാട് ഇറക്കി. മക്കൾക്കാട്, വിധവക്കാട്, മറ്റേക്കാട്, മറിച്ചക്കാട്, വിധവക്കാട്, സുധിക്കാട്, എല്ലാ കാടും മൈക്കാടും കൂടി ഇറങ്ങുള്ളൂ. എല്ലാ കാർഡ് ഇറക്കി. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോ ബിഗ് ബോസിനോട് പറയും വൈൽഡ് ഉണ്ട്, അത് കൂടി എനിക്ക് തരണം പറഞ്ഞിട്ട് ചിലപ്പോ വാങ്ങും. അങ്ങനെ ആകെ മൊത്തം അനീഷും ഈ പറഞ്ഞ രേണുവിന്റെ അടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ അനീഷിന്റെയും രേണുവിന്റെയും ആ വീട്ടിലെ എല്ലാ അടികളും നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഷാനവാസ് മാക്സിമം അടി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചുറ്റും നേർച്ച ചേർന്ന് നടക്കണ കോമഡി പീസാട്ടോ സത്യം പറഞ്ഞാൽ തോന്നുന്നത്. ചുറ്റും നടന്നിട്ട് ആരെങ്കിലും ഒക്കെ തമ്മിലൊന്ന് അടി ഞാനൊന്ന് കാണട്ടെ എന്നിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് ഷാനവാസ് ചുറ്റിത്തിരിഞ്ഞ്. അതിനുശേഷം പോയിട്ടാണ് റെന ഫാത്തിമ പോയിട്ട് ഇന്നലെ പ്രമോല് കണ്ട സീൻ ഇട്ട് കൊടുത്ത് ഒനിയിൽ ഇട്ട് കൊടുക്കുക ചെയ്ത്. റെന അങ്ങോട്ട് പോയി ചൊറിഞ്ഞ്. റെന പെട്ടതല്ല, ആക്ച്വലി എന്തുണ്ടായോ, റെനെ അടിച്ചിരുത്തി ഒനിയിൽ. പക്ഷെ ഈ റെന വീഴുന്ന എവിടെ അറിയോ,
ഈ ജെൻസി പറയുമ്പോ ഏജ് ആക്ച്വലി ഞാൻ പറയട്ടെ ഏറ്റവും വേസ്റ്റ് സാധനമാണ് ആ വീട്ടിലിപ്പോ ഈ ഇവന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷെ അതൊരു ഗെയിമാണ്. ഒരു ഗെയിം ആവാം. ബിഗ് ബോസ് പോലത്തെ ഒരു ഷോനകത്ത് ഒരു ഏജ് കാറ്റഗറി തിരിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ സാധനങ്ങൾ വെച്ചിട്ടോ അല്ലല്ലോ ഇവർക്ക് എല്ലാവർക്കും എൻട്രി കിട്ടുന്നതോ അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് കൊടുക്കുന്ന സാധനങ്ങളൊന്നും ഏജ് തിരിച്ചിട്ടൊന്നും അല്ലല്ലോ, ജെൻഡർ ഏജ് ഒന്നും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് ഇത് വെറും തേർഡ് റേറ്റ് കാർഡാണ്. കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ അടിച്ചിരുത്തുന്ന പരിപാടി എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അതിനുള്ളത് നാട്ടുകാർ കൊടുത്തോളൂ. അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം ഗെയിമിന്റെ സമയത്ത് എന്തും ചെയ്യാം. മെന്റലി നമുക്ക് എന്ത് ഡൗൺ, കാരണം നമുക്ക് ഫിസിക്കലി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മെന്റലി ഡൗൺ ഒക്കെ എന്തും പറയാം. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. എന്തും പറയാൻ മാന്യത അല്ല, അതിന്റെ ലിമിറ്റ് പറഞ്ഞാൽ നമ്മളെ ഹെൽത്തിനെ കുറിച്ചോ നമ്മളുടെ അപ്പിയറൻസിനെ കുറിച്ചോ അങ്ങനത്തെ സംഭവം പറയാതെ വേറെ ഒന്നും പറയാതെ ഞാൻ പറയുന്നത്. ഒരാളെ ഹെൽത്തോ അല്ലെങ്കിൽ ഒരാളെ ഷെയിം ചെയ്യുന്നത്, അയാളെ ഏജ് ഷെയിമിംഗ് ഉണ്ട്. അയാളെ ഏജ് വെച്ച് ഷെയിം ചെയ്യുന്നത് വളരെ മോശം കാര്യമാണ്. ഞാൻ പറഞ്ഞെ എല്ലാവർക്കും ചെറിയ കുട്ടി, ഇപ്പൊ നമ്മളിപ്പോ ഒരു നോർമൽ മനുഷ്യനാണെങ്കിൽ നമ്മൾ വലിയ ആൾക്കാർ കുട്ടിക്ക് ഒരു എക്സ്ട്രാ പ്രിവിലേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടിക്ക് എക്സ്ട്രാ ചെറിയ കുട്ടികൾ ഇഗ്നോറൻസ് കൊടുക്കേണ്ട. നമ്മളിപ്പോ നോർമൽ ഏജിലുള്ള ആൾക്കാർ നമ്മള് വലിയ ആൾക്കാർ പറയുമ്പോൾ നമുക്കത് പറ്റില്ല. നമ്മൾ അതിന് പകരം ചെറിയ കുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുണ്ടാവും. അങ്ങനെ രീതിയിൽ എടുത്താൽ മതി ഞാൻ പറയുള്ളൂ. എനിക്ക് തോന്നിയില്ല. ഞാൻ പറയുമ്പോ എനിക്ക് തോന്നിയൊരു സീൻ എന്താ വെച്ചാൽ പക്ഷെ അവള് പൊട്ടിയില്ലേ, അവള് കരഞ്ഞില്ല ആ സമയത്ത്. അത് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അതാണ് ഗെയിമാണ്. ആ പറച്ചിലോണ്ടാ പൊട്ടുന്നത്. അത് അവള് അത് മറികടക്കണം. പക്ഷെ അത് റന ഫാത്തിമ അവിടെ അത് പൊട്ടി കരഞ്ഞത് ബാക്കിയുള്ളവരുടെ മുന്നിൽ റന ഫാത്തിമയുടെ വീക്ക്നെസ് കാണിച്ചു കൊടുത്തു. എല്ലാരും ആ കുട്ടിക്കാട് ഇറക്കിയിട്ട് റന ഫാത്തിമ റെനയും പറയുന്നുണ്ട് ഇവിടെ ഉണ്ടാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിച്ചിൽ എന്തായാലും ഉണ്ടാവും അറിയില്ല ചോദിച്ചു. അപ്പൊ ചൊറിയാൻ വേണ്ടിയുള്ള സാധനം അവർ പറയും, അത്രേ ഉള്ളൂ. പിന്നെ ഒനിയിൽ എന്തായാലും നമുക്കറിയില്ല, അഡ്വക്കേറ്റ് ആണ്, അതിനുള്ള സംസാരം നല്ലതായിട്ട് പറയുകയും ചെയ്യും. പിന്നെ ഇനിയിപ്പോ അത് കഴിഞ്ഞപ്പോ നിവിന്റെ കാർഡ്, നിവിൻ പല കാർഡുകളായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നിവിൻ എന്താണ് ഏതാന്നുള്ളത് ഇപ്പോഴും ആ വീട്ടിലുള്ള ഒരു മനുഷ്യന് പിടുത്തം കിട്ടിയില്ല. കാരണം നിവിൻ പിടി കൊടുത്തിട്ടില്ല. നിവിന്റെ ഫ്ലേവേഴ്സ് ഇപ്പോഴാണ് പുറത്തു വരാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു നിവിന് കുറച്ച് വോട്ട് കയറട്ടെ, കുറച്ച് വോട്ട് നിവിൻ അവിടെ നിക്കണം. കാരണം നിവിൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ കിട്ടും. മേ ബി നിവിൻ അട്ടർ നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ ഒരു ഫണ്ണി ക്യാരക്ടർ പോലെ ആവാം. പക്ഷെ വാട്ട് എവർ നിവിൻ അവിടെ നിൽക്കണം. കാരണം നിവിൻ അവിടെ നിൽക്കാൻ ഈ ആഴ്ച ഡിസേർവിംഗ് ആണ്. നിവിനേക്കാ ബാക്കിലാണ് മുൻഷി രഞ്ജിത്തും ബാക്കി ടീമുകളൊക്കെ. അതിലാരെങ്കിലും ഒക്കെ പോയാലും വലിയ സീനൊന്നുമില്ല. നിവിൻ പോവാതിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്ലേവർ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് നമുക്ക് കാണാൻ പറ്റും. എക്സ്പ്രഷൻസും ആറ്റിറ്റ്യൂഡും ഇവരെല്ലാരും പോണ ലൈനിന്റെ ഓപ്പോസിറ്റ് ലൈനിലാണ് നിവിൻ പോണത്. നിവിന്റെ ക്യാരക്ടർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് നിവിൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ ലൈനാണ്. ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് നിവിന് അപ്രോച്ചബിൾ ആണ് എല്ലാവർക്കും. നിവിൻ എല്ലാരടുത്തും ഒതുങ്ങിക്കൂടുന്നില്ല. എല്ലാരടുത്തും ഒരു ഈക്വൽ സ്പേസ് ആൻഡ് സാധനം വെച്ചിട്ട് നിവിൻ പോകുന്നുണ്ട്. എന്നാ ഫണ്ണി സാധനം പിടിക്കുന്നുണ്ട്, എല്ലാം നിവിൻ ചെയ്യുന്നുണ്ട്. സോ നിവിനും ബിൻസിന്റെ അടുത്ത് പോയിട്ടുള്ള ലവ് സാധനം മറ്റേത് ബിൻസിക്ക് അറിയാതൊക്കെ എന്താ ഗെയിമാണ്, ഫോട്ടോ പോയില്ല. ബിൻസി എന്തായാലും പറഞ്ഞിട്ടില്ലേ അക്ബർ എന്ന് പറഞ്ഞപ്പോ അത് അവന്റെ പറഞ്ഞൊന്നും വിശ്വസിക്കുന്നിട്ട് ഓവറുണ്ട്. പിന്നെ അതിനുശേഷം പണിപ്പുര ടാസ്ക് വന്നു. അക്ബർ പണിപ്പുരന്റെ അകത്ത് പോയി സാധനം കൊടുത്ത് തിരിച്ചു വന്ന് ആ പരിപാടിയൊക്കെ തീർന്നപ്പോഴത്തേക്ക് അനീഷ് എന്ത് ചെയ്ത് അനീഷിന്റേതായിട്ടുള്ള സാധനം എല്ലാരും പട്ടിണി എടുക്കട്ടെ അനീഷാണ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞു അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലും പ്രേക്ഷക അതിലുള്ള ആളോട്ട് തോന്നണിക്കല്ലോ. പ്രേക്ഷക എനിക്ക് വലിയ കാണാൻ ഇഷ്ടമാണ്. ഉള്ളിലുള്ള കണ്ടസ്റ്റന്റിന് ആ ചൊറി സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ അത്രയും അതെ മനസ്സിലായി. കാരണം നമ്മള് ഇഗ്നോർ ചെയ്ത് പോയാലും ഇവൻ എവിടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒരു പരിപാടി ഇതൊക്കെ സത്യം പറഞ്ഞാൽ ശരിയാട്ടോ വരുന്നത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ആ പ്രശ്നം. ഇനി അടുത്തത് വീണ്ടും ആ ഒരു ഫൈറ്റിൽ തന്നെയാണ് അത് ലീഡ് ചെയ്തിട്ട് അതില് പറയണ്ടല്ലോ ഷാരിക പറയുന്നുണ്ട്, റെന പറയുന്നുണ്ട് ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ പോവാണ്. അത് കണ്ടന്റ് ഉണ്ടാക്കാനാണെന്ന് ഷാരിക അങ്ങോട്ട് ചോദിച്ചതാ. അപ്പൊ ആ ഹീറ്റ് ഓഫ് ദ മൊമെന്റ് റെന പറഞ്ഞു അതേ കണ്ടന്റ് ഉണ്ടാക്കാനാണ്. അതായത് ആ ഒഴിവാക്കാൻ ഷാരിക കണ്ടന്റിൽ വേണ്ട, എന്റെ ഇഷ്ടത്തിന് ഞാനും ഒനിയിലും തമ്മിലുള്ളതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മാറിപ്പോണത്. അപ്പോഴേക്കും പക്ഷെ റെന മറ്റേ കാർഡ് ഇട്ടു, ഫുഡിന് കണക്ക് പറഞ്ഞു പറഞ്ഞിട്ട്. അതെനിക്കറിയില്ല, ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഫുഡിന്റെ കണക്ക് പറഞ്ഞു പറഞ്ഞിട്ടാണ് പിന്നെ അവിടെ ഫുള്ള് കരച്ചിൽ നടത്തിയത്. പിന്നെ അങ്ങനെ സീനായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്തൊരു കരച്ചിൽ കാർഡ് ആര് അനുമോള്. അതിന്റെ ഇടയിൽ ഒന്ന് അനീഷിനായിട്ട് കോർത്ത് വന്നതിന് ശേഷമാണ് പിന്നെ ആര്യനായിട്ട് ആര്യൻ വിരലോക്കി കാണിച്ചു എന്നാണ് പറയുന്നത്. നല്ല സതിൽ നടുവിരലല്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, ആ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെപ്ലിക്ക, ഒരു ഈ നടുവിരൽ കാണിക്കുന്നതിന് വരെ മറ്റത് കാണിക്കുക എന്നുള്ള സംഗതിയാണ് അത് ചെയ്യാറ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇപ്പൊ അത് ഹീറ്റ് ലൈക്ക് വരും, അതിന് ചൂട് കയറും. കാരണം ഇപ്പൊ നമ്മള് മുഖത്ത് നോക്കിയിട്ട്
അന്നെപ്പോ ഒരു തെറി വിളിക്കുന്നതിന് പകരം ആ തെറിയിൽ തന്നെ ഇപ്പൊ എന്നെ തൈര് എന്ന് വിളിച്ചാൽ എനിക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെയാണ് അപ്പൊ അതാണ് അവിടെ ഉണ്ടായത്. ഫോൺ ഓഫ് ആയി അപ്പൊ ഇത് ഓക്കെ. അപ്പൊ അതാണ് സീന്. അതെനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഇച്ചിമുള്ളി സാധനമായിട്ടാണ് തോന്നി എനിക്ക്. ഇത് കാരണം കുറെ സീസണിലായിട്ട് നടന്നിട്ടുണ്ട്, കുറെ കണ്ടസ്റ്റൻസ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്, ചിലത് കാട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് അത് വലിയ വിഷയമൊന്നുമില്ല. എന്തായാലും കരച്ചിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് അനുമോള് മൂന്ന് ആൾക്കാർ കരഞ്ഞു, അങ്ങനെ അങ്ങനെ അത് കരഞ്ഞു. പിന്നെ അതിനുശേഷം ക്യാപ്റ്റൻ, അടുത്ത ക്യാപ്റ്റൻ ആരാണെന്നുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാരും കൂടി അവസാനം ഷാനവാസിന്, അബീന്, ബിന്നി. അതിലാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ബിന്നിനെ പറഞ്ഞത് കറക്റ്റ് പോയിന്റ്സ് ആട്ടോ. എല്ലാരും പറഞ്ഞ പോയിന്റ്സ് കറക്റ്റാ. ബിന്നി സ്വയം എന്താ പറയാ ലേഡി പാക്കിന്റെ ലീഡറായി മാറി. ബിന്നി അങ്ങനെയായി മാറിയിട്ടുണ്ട്. ഷാനവാസിനെ ശരിക്കും എല്ലാരും ക്യാപ്റ്റൻ ആക്കാൻ കാരണം എനിക്ക് തോന്നുന്നു ഷാനവാസിനിട്ട് പണിയാനാണ്. അതെ അതെ, കാരണം ശരത്തിന് ഒന്നും ഇഷ്ടമല്ല ഷാനവാസിന് പണി കൊടുക്കാൻ വേണ്ടിട്ട് പണിയാ. അതായത് അനീഷ് കഴിഞ്ഞ അടുത്ത് ഷാനവാസ് എന്നുള്ള രീതി ഷാനവാസിനിട്ട് പണിയാൻ വേണ്ടി ഷാനവാസിനെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിട്ട് പിടിച്ചതാണ്. പക്ഷെ അപ്പൊ ഞാൻ ആലോചിച്ചു എന്തിനാ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി പണി കൊടുക്കുന്നത്? ക്യാപ്റ്റൻ ആണ് ഏറ്റവും കൂടുതൽ പണി, കുറ്റം പറയാനൊക്കെ അല്ലേ. എസ്പെഷ്യലി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സീന് ക്യാപ്റ്റൻ ആണ്. പിന്നെ ഈ നോമിനേഷന്റെ ഇടയിൽ പറഞ്ഞു കൊറേ പേർക്ക് കത്തിയിട്ടില്ല. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? കൊറേ പേർക്ക് കത്തിയിട്ടില്ല ആ സാധനം. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സാധനം പറഞ്ഞത് ബിന്നി ഒനിയിൽ ക്യാപ്റ്റനായിട്ട് അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ ഇടപഴകി അപ്പൊ മനസ്സിലായി അയാൾ ഒരു ക്യാപ്റ്റൻസി എടുക്കാൻ മാത്രം അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ല എന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്ക് ഒനിയിൽ പൊട്ടി. ഒനിയിൽ നല്ല കൈ അടിച്ചു. അപ്പൊ അതാണ് ഒനിയിൽ ഇന്നലെ പറഞ്ഞ അതാണ് ബിന്നിയാണ് വേഷം തന്നെ കറക്റ്റ്. ബിന്നിക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല, മൈൻഡ് അടിക്കാതെ ഇങ്ങനെ നിക്കുക. അപ്പൊ തന്നെ ആ കള്ളത്തരം എന്തായാലും അതൊരു ഗെയിമാണ്, പക്ഷെ രസമാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സാധനത്തിൽ നിന്ന് അവരെ നോമിനേഷൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റേ സംസാരം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് അവര് നോമിനേറ്റ് ചെയ്ത കൂട്ടത്തിലാണ് ഈ നെവിനും ബിൻസിയും തമ്മിൽ. അതായത് റീസൺ പറയണത് അത് മനസ്സിൽ വെച്ച് ചെയ്തതാ. ബിൻസി ചെയ്തതിന് നവീൻ അത് തിരിച്ച് സാധനം ഇട്ട് കൊടുത്താ. രാവിലെ വന്ന ഐലവ്യം പറഞ്ഞു, വൈകുന്നേരം ചോദിച്ചു ബിൻസി ചോദിച്ചു എന്താ കാരണം എന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് പറഞ്ഞു ഞാൻ ഇറങ്ങി പുറപ്പെട്ട കളിക്കാൻ വന്നതാണ്. ആർജേന്റെ നാവുണ്ട്, അത് ശരിക്കാണ്. അത് ഒരു വട്ടം ഷാനവാസ് പറഞ്ഞതാ. ഇപ്പൊ അത് ഷാനവാസ് സംസാരിച്ചിട്ട് സൗണ്ട് പോയി. ഷാനവാസ് അവിടെ പോയി കൈയടിക്കുന്നു, ആരും അടുപ്പിക്കണില്ല. അവര് പോയി അടി ഉണ്ടാക്കണം എല്ലാവർക്കും. ഷാനവാസ് ഒന്നും പറയാനും കിട്ടില്ല, സൗണ്ട് ഇല്ലാണ്ട് അവർ കൈയടിക്കുക. പക്ഷെ എന്താ പറയാ ബിൻസി നല്ല വെച്ച് സെഞ്ചുണ്ട്. നെവിന് ഒരു പരിധിയിലും നെവിനെ പിടിച്ചെടുക്കാൻ പറ്റില്ല ബിൻസിന്റെ അടുത്ത്. കാരണം ബിൻസി അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ബിൻസി. പിന്നെ ഒരു പോയിന്റില് എന്റെ വീട്ടിൽ പോയി അമ്മേനും പെങ്ങളും പറഞ്ഞാൽ ബിൻസി നെവിന്റെ മോത്തിക്കാണ് കയറിയപ്പോണ്ടല്ലോ, നെവി അവിടെ സ്റ്റക്കായി. നെവിന് പിന്നെ ഒന്നും കിട്ടില്ല, പകുതി ഇംഗ്ലീഷും പകുതി മലയാളമായിട്ട് നെവിന് ആകെ അയ്യോ എന്റെ അമ്മേ. പിന്നെ ആകെ കിട്ടിയൊരു സാധനം എന്താ പേക്കോലാണ്. പേക്കോലത്തിന്റെ മുകളിൽ പിടിച്ചിട്ട് കുറെ കയറാൻ നോക്കി. എനിക്ക് സംശയം തരാം, ഇവർക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടാണ് അതൊരു ലാംഗ്വേജ് പ്രോബ്ലം ആയിട്ടാണ് ഇവർക്കും തിരിച്ചു പറയാൻ പറ്റാത്ത. വരുമ്പോ ശനി ഞായർ എന്താ ഏറ്റവും കൂടുതൽ പറയാറിയോ, മലയാളി ഓഡിയൻസ് കാണുന്ന ഒരു ഷോ ആണിത്. നിങ്ങൾക്ക് തീരെ മാനേഴ്സ് ഇല്ല, എടാവാടാ പൊടി വിളി, പിന്നെ പല തരത്തിലുള്ള കാര്യങ്ങള്. അതായത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് പോയി മക്കളെ എന്ന് പറയുന്നതോട് കൂടി നോക്കിക്കോ, അടുത്ത ആഴ്ച കൊടൂര സ്റ്റാൻഡേർഡോ എല്ലാം കൂടി സ്റ്റാൻഡേർഡിന്റെ അറ്റം കാണിക്കാൻ തുടങ്ങും. അങ്ങനത്തെ സ്കീമാണ് നടക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ വന്നത് പറഞ്ഞാ ഇത് അങ്ങനെയായിട്ട് മാറും. പിന്നെ അതിനുശേഷം വീണ്ടും ആ ടാസ്കിന്റെ പരിപാടി തുടങ്ങി. ഷാനവാസ് അടിച്ച് താഴെട്ട് ഷാനവാസ് തുടങ്ങി. അത് ജയിലിന്റെ ഉദ്ഘാടനത്തിന് അനീഷ് പോയി നിന്നിട്ട് ശരത്തിനെ പറഞ്ഞു പോട്ടെ, അനീഷ് പോയി ഉദ്ഘാടനത്തിന് പോയി നിന്നപ്പോ ഞാനൊരു മഹാനായ ആളാണ്, ഞാനിത് കട്ട് ബിഗ് ബോസിനോട് ഈ അനീഷിന്റെ കോമഡി എന്നറിയോ, പല സമയത്തും ബിഗ് ബോസിനെ അങ്ങോട്ട് പഠിപ്പിക്കും, ചെയ്യണം. വേറെ രസമുണ്ട്, മറ്റേ അക്ബർ മറ്റേ കുറെ സാധനങ്ങൾ എടുത്ത് കൊണ്ടപ്പോ ഇത് ശരിക്കും എടുക്കാൻ പറ്റും, 690 പോയിന്റ് എന്താ 790 എന്താ പോയിന്റ് കിട്ടി, അപ്പൊ ഇത് കൊടുക്കണോ, ശരിക്കും 500 എടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇത് ഫുൾ ഒഴിവാക്കുന്നതാണ്. അപ്പൊ ബിഗ് ബോസിനെ ചിന്തിപ്പിക്കുകയാണ് ഇത് ചെയ്യണോ വേണ്ട. അക്ബർ പക്ഷെ അത് ആരും ശ്രദ്ധിച്ചില്ല, അക്ബർ ഫുഡ് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. അതെ ഫുഡ് വലിച്ചെറിഞ്ഞ ഫുഡ് ഉള്ളത് കാടാണോ, ഞാൻ ഫുഡാണ് അതിന്റെ ഉള്ളിൽ വിചാരിച്ചു. അതാ ഞാൻ വിചാരിച്ച ടോപ്പിക് ആക്കാൻ ഞാൻ വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ടു. ഇനി ശരത്തിന്റെ ഡയറക്റ്റ് നോമിനേഷനിലുള്ളത് ഏറ്റവും രസം, അതായത്
ശരത്ത് ഇവൻ പോണ വഴിക്ക് ശബ്ദം പോയിരിക്കുന്ന ശരത്ത് ഇവനെ കയറി ചൊറിഞ്ഞു. അവിടെ ബിഗ് ബോസ് കളിച്ചു. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് ബിഗ് ബോസിന് സ്ക്രിപ്റ്റ് ഉണ്ട്. ബിഗ് ബോസിന് ഒരു പക്ക സ്ക്രിപ്റ്റ് ഇതിനകത്ത് ബിഗ് ബോസിനുണ്ട്. അതായത് ബിഗ് ബോസിന് എപ്പോ വേണമെങ്കിലും ഈ സ്ക്രിപ്റ്റ് വെട്ടാം. മനസ്സിലായോ? കഴിഞ്ഞ സീസണുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് കൊടുക്കുന്ന ടാസ്കിന്റെ മുകളിൽ ഓർഗാനിക് ആയിട്ടുള്ള അടികളും പ്രശ്നങ്ങളും കച്ചറകളും അതിന്റെ മുകളിൽ പിന്നെ ഒരു ടാസ്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ബിഗ് ബോസിന് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ ഈ സീസൺ അതല്ല. സ്ക്രിപ്റ്റ് അവര് ആ ഒരു ലൈന് പിടിച്ചിട്ടുണ്ട് അവര്. അതായത് പണി 7ന്റെ പണി എപ്പോ വേണേ അവർക്ക് എന്ത് ചെയ്യാം. അവര് വെച്ച റൂൾസ് തന്നെ മാറ്റിയും മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ അവർ കൂടായ്പ കളിച്ചിട്ട് ആ സാധനത്തില് ബിഗ് ബോസിന് ചെയ്യാം. അത് അവര് ചെയ്യുന്നുണ്ട്. അവിടെ ആ കച്ചറ ഉണ്ടായോണ്ടാണ് സ്പെഷ്യൽ സാധനം കൊടുത്ത. ഇല്ലെങ്കിൽ ക്യാപ്റ്റൻ അത് കൊടുക്കില്ല. കാരണം അവർക്ക് ഉറപ്പാണ് അപ്പാനി ശരത്തിന് ശരത്ത് പുറത്തിറങ്ങി അവനിട്ട് അടിക്കുന്നത് പറയുന്നതുകൊണ്ട് ആ കൃത്യമായിട്ട് വെൽ പ്ലേഡ് ബിഗ് ബോസ്. സംസാരം നല്ല നിന്നെ ശരി കാണിച്ചാണ്. നിന്നെ നീ ഹോൾസെയിലും ചെയ്യില്ല, റീറ്റെയിലും ചെയ്യില്ല, ഇതിന് റെഡിയാക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാതെ തല ഒന്നിച്ച് നടക്കണത്. പിന്നെ അതിനിടയിൽ അനുമോളും അപ്പാനുസരിച്ച് മറ്റേ കാർഡ് ഫുള്ള് പ്ലാനിങ്, ലോകത്തില്ലാത്ത കാർഡ്. ഏത് ഒരു പെണ്ണിനെ നോക്കിയിട്ട് നിനക്ക് നിലവാരമില്ല, പുറത്തിറങ്ങിയ ജീവിതല്ലേ, കല്യാണം കഴിക്കാത്ത കുട്ടിയല്ലേ, അതല്ലേ ഈ ഷോക്ക് കയറി പോകുന്നത്. പിന്നെ എന്തിനാ അനുമോള് കിടന്ന് കരയാൻ നിൽക്കുന്നത്? ഇങ്ങനെ ഞാൻ പറഞ്ഞു, ബിഗ് ബോസിൽ കയറി വരുന്ന ആൾക്കാർ എന്തിനാ കരയണത്? എന്നെ വിളിച്ച സമയത്ത് ഞാൻ അനുമോളോട് പറഞ്ഞിട്ടുണ്ട്, ഷോ എന്താന്ന് അറിയൂ, കയറി പോയിട്ട് ഈ മെഴുകാൻ നിൽക്കരുത്. ഈ കരച്ചിലോണ്ടൊക്കെ ഒരു കാര്യമില്ല. വോട്ട് കിട്ടാനാണെങ്കിൽ ഇമാതിരി കളിയൊന്നും കളിക്കരുത്. സത്യം പറഞ്ഞാല് അല്ല, രേണുസുതി ആണെങ്കിൽ ഫസ്റ്റ് ഞാൻ എന്റെ മക്കളെ മിസ് ചെയ്യണ്ടി, മക്കളെ മിസ് ചെയ്യുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഉള്ളിക്ക് വരുന്നത്. പിന്നെ എന്തിനാ വരേണ്ട കാര്യമുള്ളത്? അല്ലെങ്കിൽ വരാതിരിക്കുക, അത്ര പറയാനുള്ളൂ. ഇത് വുമൺ കാർഡ് ഇറക്കിയതാണ്. വുമൺ കാർഡും ഇത് മാത്രം കാർഡുകൾ ഇറക്കാൻ മാത്രം നടക്കുക. അങ്ങനെ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾക്ക് കാര്യം രസമുണ്ട്, ഉള്ളിൽ കൊണ്ടിട്ടുള്ള കാര്യമാണെങ്കിൽ. അനീഷിനെ വളർത്തുകയാണ്. അനീഷ് ഒരു സൈഡിൽ കൂടി ഇതൊക്കെ കേട്ടും കണ്ടൊക്കെ അതിന്റെ ഇടയിൽ നൂറേനെ കാണാൻ അലിയഭട്ട്. അപ്പൊ ഞങ്ങളെ സീസണിലുള്ള അലിയഭട്ട് നൂറേനെ സൈഡിൽ നിന്ന് കുറച്ച് ദൂരെ നിന്ന് കണ്ട സൈഡിൽ നിന്നുണ്ടെങ്കിൽ അലിയഭട്ട്. നൂറയ്ക്ക് ഭയങ്കര ഫാൻസ് ആണ്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജയിലിലെ പരിപാടികൾ തുടങ്ങി. ഇവർ അടിയും പിടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ജയിലിൽ ചപ്പാത്തി കുഴക്കാൻ കൊടുത്ത്, ചപ്പാത്തി കുഴച്ചൊരു വഴിയായി ഒരു സൈഡായി ഇരുന്നു. അപ്പൊ ഇപ്രാവശ്യം ക്യാപ്റ്റനും പണി കേട്ടോ, കാരണം ടോയ്ലറ്റ് ഇല്ല. ടോയ്ലറ്റ് ഇല്ലെങ്കിൽ ഏറ്റവും വലിയ സീൻ എന്താ പറയുക, ടോയ്ലറ്റ് ഇല്ലെങ്കിൽ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മളിഷ്ടമാണ് കാരണമായിട്ട്. ഞങ്ങളുടെ സീസണിൽ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ സീനില്ല. ടോയ്ലറ്റ് അങ്ങനെ പോയിട്ടുണ്ട്. എന്തായാലും അനുമോളും ശരത്തും ഇറങ്ങിയല്ലോ, മോഹൻലാൽ എന്തായാലും ഇവരെ ചീത്ത അറിയുള്ളൂ, അനീഷിനെ ചീത്ത അറിയില്ലോ. അല്ല, ക്യാപ്റ്റൻ പുറത്ത് നിൽക്കുന്നല്ലോ വെയിറ്റ് ചെയ്തിട്ട്. അല്ല, നോയിക്കൊണ്ട് ഞാൻ പറയണു മോഹൻലാൽ ചെന്ന് പറയൂ. അല്ല, ഞാൻ എന്തറിയോ, ഞാൻ ഉറപ്പ് പറഞ്ഞു നാളെയും മറ്റന്നാളും മോഹൻലാൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യും. അനീഷിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ബാക്കി കുരുപൊട്ടു. ബിഗ് ബോസിന്റെ അല്ല, കാരണം എന്താ വെച്ചാല് മോഹൻലാൽ എപ്പോഴും എല്ലാ സീസണിലും പറഞ്ഞത് എന്താ വെച്ചാല് ജയിൽ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അനുസരിക്കണം, ജയിലിൽ വേണ്ട ജയിലിൽ ഇടുക വേണ്ട, അതിന് ഒരു ആ നിയമം ആണെങ്കിലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ മാക്സിമം സപ്പോർട്ട് കൊടുത്തിട്ട് അനീഷിനോട് പോകും. അനീഷ് ഒന്ന് പോകും, ബാക്കിയുള്ളവരൊന്നും അല്ല. അടുത്ത ആഴ്ച പറയൂ, കണ്ടോ ലാലേട്ടന് സപ്പോർട്ട് ചെയ്തോ, നിങ്ങളൊന്നും പറഞ്ഞ ലാലേട്ടൻ വിശ്വസിച്ചില്ല, അങ്ങനെ ഇങ്ങനെ പറയും. അതൊക്കെ അനീഷിന് എന്തോ സാധനം കേട്ടോ, ഈ എന്നോട് കാണിക്കുന്നുണ്ട്. ഞാൻ തൃശ്ശൂര് എന്റെ സ്വഭാവം അതിന് മടക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ഈ ജയിലിൽ നിന്ന് ഇറങ്ങി ഉടായ്പ കാണിച്ചോണ്ടാണ് രാത്രി അടുത്ത പണി കൊടുത്തത്. അടുത്ത ചപ്പാത്തി വരുത്താൻ വേണ്ടി കൊടുത്തിട്ട് പക്ഷെ അതവര് ചെയ്തു, അടുത്ത പണി ഉണ്ടാക്കി കൊടുത്തത്. അതും ചെയ്യണ്ടായിരുന്നു. അപ്പൊ മഴ പെയ്തതും പരിപാടികളായതൊക്കെ പ്ലസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ ഒരു സ്കീം, ഇന്നത്തെ പരിപാടികൾ അങ്ങനെ തീരെ. നാളെ ചീത്തേക്കുമ്പോൾ സത്യം പറഞ്ഞ ശരത്തിനും അനുമോൾക്കും കൂടുതൽ ഉറപ്പുള്ള കാര്യമാണ്. ഇന്നല്ലേ ഷൂട്ട്? ഇന്ന് വലിയ നാളെ ഷൂട്ട്. നാളെ ലാലേട്ടൻ വരുന്ന ദിവസം നാളെ ഷൂട്ട്. നാളെ നായനെയും കൊണ്ടുവരുമോ? ഞാൻ അപ്പൊ അതിന്റെ വെയിറ്റ് ചെയ്ത് റോബോനായ ചേറും. റോബോനായ ആലോചിച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരാൾ ഈ നായനെ നോക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നായന്റെ വഴിക്കൽ പോകും. ഒരു ജോയിസ്റ്റിക്കിൽ അങ്ങനെ നോക്കുമ്പോ നായ ഇങ്ങനെ നായന്റെ വഴിക്ക് ഇങ്ങനെ പോകും. ക്യാമറ ഉണ്ട്, ക്യാമറയുണ്ട്. അല്ല, നായന്റെ പാട്ടിന് പോയാൽ എന്താ കളിക്കും? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ടാസ്ക് കൊടുക്കണ്ടാവും. പിന്നെ ഈ വീക്കിൽ എനിക്ക് ഒരാൾ പോകുമ്പോ ഒരാൾ കയറുമോ, രണ്ടാൾ പോയിട്ട് ഇനി ഒരാൾ കയറുമെന്നും പറയാൻ പറ്റില്ല. കാരണം അവിടെ പെൻഡിങ്ങിൽ ഇനിയും കേട്ട പേരുകൾ ഒരുപാടുണ്ട്. ദീപക് മോഹനൊക്കെ ബാക്കിയുണ്ടോന്നുണ്ട് കയറി ഒരു സ്റ്റാൻഡപ്പ് കോമഡിയനൊക്കെ. 1-2-3 ആൾക്കാരുടെ പേരുണ്ട്, രണ്ടാളെ പേര് അറിയില്ല. 1-2 ആൾക്കാർ സംഗതികളൊക്കെ ഉണ്ട്. ഏറ്റവും ഇല്ലെന്നുള്ളത് നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല. ചിലപ്പോൾ കയറുമായിരിക്കാം, പറയാൻ പറ്റില്ല. അതോ ഇനി ഫസ്റ്റ് വീക്കെൻഡ് ഇതിനകത്ത് സീക്രട്ട് റൂം വരുമെന്നും പറയാൻ പറ്റില്ല. കൊടുത്ത അടിപൊളിയായിരിക്കും. സീക്രട്ട് റൂം വെച്ചാ കിട്ടണായിരിക്കും. ആരറിയാം? അനീഷില്ലല്ലോ ഇതിനകത്ത്.
അല്ല പുറത്ത് പുതിയ ആൾക്കാരെ കയറ്റിയിരുന്ന കാര്യം അവരെ കുറിച്ചൊന്നും പറയില്ലല്ലോ. എടീ പുറത്താക്കിയിട്ട് ഇതിനകത്ത് 4 ആളെ പുറത്താക്കി 4 ആളെ പുറത്താക്കി 2 എണ്ണത്തിന്റെ സീക്രട്ട് റൂമിൽ കൊണ്ടുപോയി എന്നിട്ട് തിരിച്ച് വേറെ 2 എണ്ണത്തിനെ കയറ്റി അപ്പോഴും ടൈ ആയി. അതേ സാധനം തന്നെ ഒരേ കൗണ്ടിന് വന്നിരിക്കും. അപ്പൊ അങ്ങനെ ഏജിന്റെ പണി എന്നുള്ളത് കണ്ടറിയണം കോശി. അതെ ഇത് ഒട്ടും ഇതില് ഒരു ഈ കഴിഞ്ഞ ഈ ഒരാഴ്ച മൊത്തം കാണാനില്ലാത്ത ആൾക്കാരായിരിക്കും നമുക്കറിയാം. ശൈത്യൊക്കെ വേസ്റ്റ്. ശൈത്യനെ കാണാനേ ഇല്ല. ശൈത്യം എവിടെയാന്ന് പോലും നമുക്ക് ഇല്ലേ, അത് സ്ക്രീൻ സ്പേസ് കൊടുക്കാത്ത ആള്. കാരണം ഈ ബിഗ് ബോസ് ആയതുകൊണ്ട് ഇപ്പൊ എല്ലാ കണ്ടസ്റ്റൻസിനും സ്ക്രീൻ സ്പേസ് ശരിക്കും കൊടുക്കണം. അതിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ, അല്ലാതെ ഒരാൾ മാത്രം 2 പേര് മാത്രം ഫോക്കസ് ചെയ്യണമെങ്കിൽ വല്ല കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് പഴയ സമയത്തൊക്കെ വിജയിച്ച ആൾക്കാര്, വിജയികളൊക്കെയാണ് അവരൊക്കെ ഉണ്ടായിരുന്നത്. ശൈത്യം ഇല്ല, ശൈത്യം പറ്റല്ലേ, ശൈത്യം മാത്രമേ ഉള്ളൂ. ഞാൻ ശൈത്യനാണ് ഞാൻ നോട്ട് ചെയ്തത്. പിന്നെ സരിക, കലാഭവൻ സരിക ശരിയാ. ശാരിക പിന്നെ സംസാരിക്കുന്നു. ശാരിക സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ശാരികയും കുറവാ. മൂന്നാമത് ശാരികനെ പറയാം. അല്ലാത്ത പക്ഷെ രഞ്ജിത്തിന് പിന്നെ കൂട്ടിയില്ല. രഞ്ജിത്ത് ആ വഴിക്കില്ല. രഞ്ജിത്ത് ആദ്യത്തെ ദിവസം റന ഫാത്തിമിനോട് എന്തോ പറഞ്ഞു. ഈ രഞ്ജിത്ത് അല്ല ആ സമയത്ത് രഞ്ജിത്ത്, കലാഭവൻ സരിക, ശൈത്യ ഫസ്റ്റ്, പിന്നെ ശാരിക, ഇവരൊക്കെയാണ് ഒന്ന് സൈഡ് അടിച്ചിരിക്കുന്നത്. അപ്പൊ 1-2 ആഴ്ച തട്ടാൻ മാത്രമുള്ള ആൾക്കാര് അപ്പൊ തന്നെ ആ ഗ്രൂപ്പിലുണ്ട്. 2 ആൾ വെച്ച് വെട്ടിയാൽ 2 ആഴ്ച അങ്ങനെ ഓടിക്കാം. അല്ലെങ്കിൽ ഒരു എലിമിനേഷൻ, 2 എലിമിനേഷൻ, 1 എലിമിനേഷൻ. ഇതിന്റെ പാറ്റേൺ എങ്ങനെ പോകണമെന്ന് നമുക്കറിയില്ല. ഒരു 1-2 ആഴ്ചയുള്ള ആൾക്കാരുണ്ട്. ബാക്കി കണ്ടന്റ് പിടിക്കുന്നവരുണ്ട്. എനിക്ക് മറ്റേ കണ്ടന്റ് പിടിക്കുന്ന അക്ബർ ശരത്ത് പിന്നെ ടീം കേട്ടോ, നല്ല രസമായിട്ട് ഗ്രൂപ്പായിട്ട് കളിക്കുന്ന. ശരത്ത് നല്ല മറ്റേ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ പത്രം കണ്ടിട്ടില്ല. ഇന്നലെ ഒന്നും കണ്ടിട്ടില്ല. അബിക്കും അങ്ങനെ ഒരു വിസിബിലിറ്റി ഇല്ല. ലൈവിലാണെങ്കിലും കുറച്ച് കുറവാണ്. അല്ല എനിക്ക് തോന്നുന്നു ഒരാഴ്ച 2 പേർക്ക് 2 ദിവസം ഒരാൾക്ക് 2 ദിവസം ഒരാൾക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നോ അതും അറിയില്ല. വേറെ കാര്യം, ഇന്ന് ജിസേലില്ലല്ലോ. നിവിൻ കൂടുതലായിട്ട് ഇതില് വന്ന സമയത്ത് നിവിൻ കൂടുതലായിട്ട് ബാക്കോട്ട് പോയി വോട്ടിങ്ങിൽ എന്നുള്ളതുകൊണ്ട് നിവിന്റെ ഒരു സാധനങ്ങൾ കുറെ വന്നിട്ടുണ്ടോ. ജിസേല് വന്നില്ലല്ലോ. ഓൾറെഡി ജിസേൽ ഇന്നലെ മിഞ്ഞാന്നും കൊടുത്തന്നെ മതി. ധാരാളം ജിസേലിന് ഭയങ്കര ഫാൻസ് ആണ് ഇപ്പൊ. ഓക്കെ ഗൈസ് അല്ലേ, നാളെ നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി പറയാം.